വയനാട് ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിന് ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ദുരന്തത്തെ L3 ആയി അംഗീകരിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കത്തിൽ പറയുന്നത്. എന്നാൽ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളെ കുറിച്ചോ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെ കുറിച്ചോ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ചെലവഴിക്കാനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെ കുറിച്ചോ കത്തിൽ സൂചനകൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മേപ്പാടി ദുരന്തത്തെ അതിതീവ്ര ദുരന്തം അതായത് L3 ആയി പ്രഖ്യാപിക്കുക 1202.1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതിനാൽ ദുരിതാശ്വാസത്തിനായി അടിയന്തര സഹായമായി 219 കോടി രൂപ നൽകുക, ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17-ന് ദുരിതാശ്വാസ മെമ്മോറാണ്ടത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം നവംബർ 13-ന് നൽകിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടിൽ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2221 കോടി രൂപ വേണ്ടിവരും എന്ന് കണക്കാക്കുന്നു. ഈ ആവശ്യം പരിഗണിച്ച് ദേശീയ ദുരന്ത പ്രതിനിധീകരണ നിധിയുടെ പുതിയ സ്കീമായ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ പ്രകാരം പരമാവധി സഹായം നൽകേണ്ടതാണ്. ദുരന്തം ഉണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ ആദ്യ ആവശ്യം സംബന്ധിച്ച് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിച്ച് ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു. ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ഈ ശുപാർശ 2 മാസം വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു. ഹൈ ലെവൽ കമ്മിറ്റി യോഗശേഷം സംസ്ഥാനത്തിന് അയക്കുന്ന കത്ത് പോലും ഡിസംബർ മാസത്തിലാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രസ്തുത കത്തിലും അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ദുരന്തം ഉണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGO-കൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹിക സഹായം ലഭ്യമാകുവാൻ സാധിക്കുമായിരുന്നു. പക്ഷെ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല. ആ ഒരു അവസരമാണ് ഈ കാലതാമസത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. പക്ഷെ തുടർന്നും ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക തന്നെ ചെയ്യും. കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ ഉന്നതതല കമ്മിറ്റി കൂടി 153 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചുവെങ്കിലും കേരളത്തിൽ SDRF-ൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പോലും ഇത് ശരിയല്ല എന്ന് കണ്ട് ചില ശുപാർശകൾ കേന്ദ്രത്തിന് മുന്നിൽ പരിഗണനയ്ക്കായി നൽകിയിരിക്കുകയാണ്. സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യം അതായത് ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നത് തന്നെയാണ്. 2005-ൽ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ 13-ലൂടെ ഇത്തരം ഒരു സാധ്യത ഉള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുക തന്നെയാണ്. വയനാട് രാജ്യത്തെ 112 ആസ്പിറേഷൻ ജില്ലകളിൽ ഒന്നാണ്. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ ഉള്ള ജില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള വയനാട് ജില്ലയിൽ അതിതീവ്രമായ ഒരു ദുരന്തം ഉണ്ടായിട്ട് ദുരന്തം ബാധിച്ച ജനങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളുക എന്ന പ്രാഥമികത്വം പോലും മനുഷ്യത്വപരമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. സെക്ഷൻ 13-ന്റെ നിയമപരമായ സാധ്യത വിനിയോഗിച്ച് ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്രം തയ്യാറാകണം എന്നത് തന്നെയാണ് കാതലായ വിഷയവും. ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരണമെന്നാണ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്.